പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് തന്നെ ചെയ്യണമേ. നിന്റെ കരുണയുടെ പ്രകാരം നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുഖത്തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിനാൽ ഉത്ഭവിച്ചു, പാപം നിന്ന് എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തി വരുത്തണമേ. ക്ഷീണതയുള്ള രസികൾ സന്തോഷിക്കും. എന്റെ പാപം നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയെ
നിന്നിലേക്ക് തിരികെയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ നിരമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നമ്മെ ഹൃദയം നിരസിക്കുന്നില്ല. സുജലത്തിൻ ജലത്തെ വീണ്ടോനെ ദേവാ ദയചെയ്തിടണമേ. സുരഭിലമാമോരോത്തൈലത്താൽ സഭയെ ബോധിപ്പിച്ചോനെ ദേവാ ദയചെയ്തിടണമേ. ഹിംമാവം മോചിതമെന്നേവം ആവിയോടുര ചെയ്തോനെ ദേവാ ദയചെയ്തിടണമേ. പാപിതൻ കണ്ണീർ കൈക്കൊണ്ട് പാപവിമുക്തി കൊടുത്തവനെ ദേവാ ദയചെയ്തിടണമേ. സ്വജനത്തിൽ കനിയുക കർത്താവേ, പിന്മാറിയിടരുതവരെയും ദേവാ ദയചെയ്തിടണമേ. ആർക്കുമോ മോലം പാതാവിൽ മോലം മീനാമി നിന്ദവിധം ധർമ്മീസവയഖിലം നിൻപേർക്കായി സ്തുതിയേറ്റത്തെ ദേവാ ദയചെയ്തിടണമേ. കുരിയനായിസോ, കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു. എന്നോട് നീ ഉത്തരവാദിത്തം ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ അപഹർഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണയുടെ തലയിൽ കുഴിപ്പിക്കരുതേ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അയോധനായ ആത്മന്മാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി പിടിയിൽ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി കൈകൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട് നോക്കി എന്നെ അറിയുന്നവരില്ലെന്ന് കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് ലോഹിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനത്തിന്റെ കാലുകൾ തുറക്കും. എന്റെ ഉടുപടികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണേണ്ടത് ചെയ്യിച്ചു. എന്നെ ഏറ്റവും ശീലിച്ചിരിക്കുന്നു.
കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, നിന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങളെ പഠിപ്പിക്കണമേ. സകല ജാതികളുമേ കർത്താവേ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ടും തന്റെ ഏക കർത്താവാകുന്നു. യോഹന്നാനും പ്രേക്ഷിതരായി നമ്മുടെ രക്ഷയ്ക്കായി ബലിയായ കുഞ്ഞാടതിനെ സജ്ജമതാക്കിടുവാനായി ഇന്നാളിൽ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിയിടും, വിലവാങ്ങും, യാതനയും നരകാഗ്നിയും അവനെ കിടുമെന്നേവം മഹിതരഹസ്യം ശിഷ്യർക്കായി നാഥൻ വെളിവാക്കി. ഇന്നാളിൽ പാവനപുരിയിൽ ശീമോൻ യോഹന്നാന്മാർ ചെന്നു ബലികൾക്കീശന് കുഞ്ഞാടിനെയും തയ്യാറാക്കി. ആളിക തന്നിൽ മകനീയം മർമ്മം നിറവേറ്റി. ഇന്നാളിൽ സർവാധീശൻ അന്വേഷത്തെ ആസ്പദമാക്കി നിങ്ങളിലൊരുവൻ വിമതർക്കെന്നെ ഏൽപ്പിച്ചിടുമൻ പുര ചെയ്തപ്പോൾ ശിഷ്യഗണം കാലം വ്യതപൂണ്ടു. ശിഷ്യഗണം സംഭ്രമമാകുന്നു, നിങ്ങളിലൊരുവൻ താനെന്നെയോ വിദ്യമാകും വിലയെന്നേവം ഗുരു ചൊന്നപ്പോൾ ആരും ദാസ്യം കാണിച്ചില്ലാരൻ നാരായണൻ. ആർക്കുമോ ോലം മാതാപുൽപോലം ഉൽമീനാമി സകലേശ വിമല സഭയ്ക്കായി ഇന്നനുവിൽമേശം സ്വയമേറ്റ് തെറ്റിപ്പോയൊരു വഴിയുന്നതിനെ രക്ഷിച്ചോനെ ഭിന്നത നീക്കി സഭയിൽ വളർത്തണമേ നിൻശാമി. നിങ്ങളോടുകൂടി സാക്ഷിപ്പാനും പഴയ പൂർണ്ണമാക്കുവാനും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിപ്പാനുമായിട്ട് എന്റെ രക്തത്താർത്തിയോടുകൂടിയെ നിങ്ങളെ ഏൽപ്പിപ്പാനും വഴക്കം വരാതെ ഭാവി ജീവന്റെ ശാരമായി എന്റെ വിശുദ്ധ ശരീരവും എന്റെ രക്തവും നിങ്ങൾക്ക് തരുവാനും ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നുവെന്നും അവ നിങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനുമായിരിക്കുമെന്നും ശിശുമാരോട് അറിയിച്ചതുമായ എനിക്ക് സമയത്തിന്റെ സമയത്തും സർവനാളുകളും നേരങ്ങളും കാലങ്ങളും അടിയങ്ങളുടെ ആയുഷ്കാലങ്ങളിലും സ്ത്രീ ബഹുമാനമാരാധനയും യോഗ്യമാകുന്നു. വാക്കുമോ കുറുകുന്നിയോ പോസോ പാപപരിഹാരം നൽകുന്നവരെ
മായ്ച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവനും വളരെ വലിയതുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്റെ പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദൈവദൂതൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ നിന്റെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും വാങ്ങിപ്പോകളുടെയും വിശുദ്ധിയും മഹത്വമുള്ള പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സർവ്വാങ്ങിപ്പോകളുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും മാതൃദൈവമാകുന്ന പരിമഞ്ഞ അവരുടെ അസുഖങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ രാജാവായ ശിഹാദപുരാനെ കർത്താവേ മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ചെയ്ത ഞങ്ങളുടെ ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകലകടന്ന ശിക്ഷകളും അന്യമാശികളണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവഴികൾ കടത്തിക്കളയണമേ. സമാധാനവാന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണതായ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. സ്ത്രീയും സ്തോത്രവും കരയുന്നു. തന്റെ കൃപയാൽ ലോകത്തിന്റെ ജീവന് വേണ്ടി ആക്കപ്പെടുവാനും തന്റെ കരുണയാൽ ഭാവികൾക്ക് തന്നെ വിശ്വകർമ്മത്തിന് കൊടുക്കാനുമായി എഴുന്നള്ളി വന്ന ലോകത്തിന്റെ രാജാവും ദൈവത്തിന്റെ കുഞ്ഞാടുമായ ശിവാനെ ന്യായപ്രമാണത്തിൽ മറ്റു വിധിച്ചിട്ടുള്ള പ്രകാരം കാളക്കുട്ടികൾ ആട്ടിൻകുട്ടികൾ മുട്ടാടുകൾ എന്നിവയെ വെട്ടിവരികെടുക്കൽ പാനീയ നിവേദ്യം ധൂപയാഗം എന്നിവയിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടി നിന്റെ മനുഷ്യ സ്നേഹത്താൽ എനിക്ക് തിരുവള്ളം തോന്നി. ഇന്ന് നിങ്ങളോട് ആവശ്യപ്പാൻ എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ട്. അതിനാൽ നിങ്ങൾ പോയി പെരുന്നാളിന് വന്നവർക്ക് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ പോകുന്നിടത്തേക്ക് അവരോടുകൂടെ നിങ്ങൾ ചെന്ന് വീട്ടുടയവരോട് ഇന്ന് രാത്രി ഞങ്ങളുടെ ഒരു നാഥനുമായ നിന്റെ അടുത്ത് ബസ്സായിരിക്കുന്നു, ഇപ്രകാരം നിങ്ങൾ പറയുമെന്ന് എന്റെ ശിഷ്യന്മാരോട് നീ കൽപ്പിച്ചു. അപ്രകാരം ശമോഹൻ പോയി മർക്കോസിന്റെ ഭവനത്തിൽ ഒരുക്കപ്പെട്ട മാളിക അവർ കണ്ടെത്തി. നിന്റെ ആജ്ഞ പോലെ സകലവും അവർ തയ്യാറാക്കി നിന്റെ ശിഷ്യന്മാരോടുകൂടെ ന്യായപ്രമാണം അനുസരിച്ച് അത്താഴം കഴിച്ച ശേഷം താഴ്മയാകുന്ന പരമാവധി പ്രവൃത്തിയാൽ പഠിപ്പിക്കാൻ മനസ്സായി. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറി എങ്കിൽ നിന്ന് മനോനെയും പഠിപ്പിക്കുന്നത് നീ ചെയ്തു. അത്താഴം കഴിച്ചോടെ തന്റെ വിശുദ്ധതകൾ പുളിപ്പുള്ളാപ്പെടുത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് ഇത് ലോകത്തിലെല്ലാം വേണ്ടി പരിവേൽക്കപ്പെടുന്ന രഹസ്യമാണെന്നും ഇതിന്റെ ശരീരമാണെന്നും എന്നെ വിശ്വസിക്കുന്ന കടങ്ങളുടെ പരിഹാരത്തിനായി നിങ്ങൾ വാങ്ങിഭക്ഷിപ്പിക്കുമെന്ന് വർദ്ധിച്ചതുകൊണ്ട് അവർക്ക് കൊടുത്തു. ഇപ്രകാരം അനുഗ്രഹിച്ചവർക്ക് കൊടുത്ത് ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. എന്നെ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും പാപമോചനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുകയും ഞാൻ വീണ്ടും വരുന്നതുവരെയും എന്റെ മരണത്തിന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുകയെന്നും നീ അവരോട് കൽപ്പിച്ചു. അനന്തരം നീ അവരെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു, മത്സരക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാർ ധർമ്മന്റെ അപേക്ഷണം എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരമുള്ള ഓടിപ്പോക്കുന്നവയെ നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പഴയ കാര്യങ്ങൾക്ക് നീ സമാപ്തി വരുത്തി നിത്യജീവനും മരണമില്ലായ്മയും മനുഷ്യനെ നൽകുന്ന പുതിയ നിയമത്തെ നീ ഏർപ്പെടുത്തി. പുതിയ കർത്താവിനടുത്തതുമായ പെരുന്നാൾ എത്രയോ വിസ്മരണീയമാകുന്നു. ആ വിസ്മരണീയവും അവർണ്ണീയവുമായ രഹസ്യം എത്രയോ അതിശയമാകുന്നു. ആ വർണ്ണീയമായ ശ്രേഷ്ഠത എത്രയോ വിസ്മരണീയമാകുന്നു. ആ അപരിമിതമായ മനുഷ്യ സ്നേഹം എത്രയോ അതിശയമാകുന്നു. ആ രഹസ്യത്താൽ രക്ഷിക്കപ്പെടുന്ന ന്യായപ്രമാണത്തിലെ കുഞ്ഞാടിനെ കുറിച്ച സ്വർഗീയ കുഞ്ഞാട് എത്രയോ വിസ്മരണീയമാകുന്നു. ആ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം നിറവേറ്റിയതായ അപ്പത്തിന്റെ വലിയ നാട് എത്രയോ വിസ്മരണീയമാകുന്നു. ആ ഒരു വയസ്സുള്ള കുഞ്ഞാട് അതിൽ വെച്ച് ഭക്ഷിക്കപ്പെടുകയും
തന്റെ വലിയ ലോകത്തിന്റെ പാവത്തെ നീക്കിക്കളയുന്ന ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാട് അതിൽ വെച്ച് ഭക്ഷിക്കപ്പെടുകയും ചെയ്ത രഹസ്യപൂർണമായ മാളിക എത്രയോ സ്നേഹിതമാകുന്നു. ഇന്ന് പുണ്യമുള്ള പ്രധാന പുരോഹിതനായ മെൽക്കിസേദെക്കിന് ദൃഷ്ടാന്തമായി അപ്പത്താലും വീഞ്ഞാലും ജീവന്റെ അപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് കുദാശ വഴിയായി നമുക്ക് പരമേൽപ്പിക്കപ്പെട്ടു. ഇന്ന് നാം എല്ലാവരും ശുദ്ധീകരണ പെരുന്നാളും പാപപരിഹാര പെരുന്നാളും കൊണ്ടാടണം. ആയുധത്തിന്റെയും കൈക്കുമാവുന്ന പഴയ പെരുമാവ് കൊണ്ടല്ല, വെളുപ്പ് വിശുദ്ധിയുമാവുന്ന പെരുമാവ് കൊണ്ട് ഘോഷിക്കണം. ഇന്ന് പഴമയിൽ നിന്ന് പുതുമയിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ദാസ്യവൃത്തിയിൽ നിന്ന് കർത്തൃസ്വാതന്ത്ര്യത്തിലേക്കും ആടുകളുടെ കുഞ്ഞാടിൽ നിന്ന് ദൈവത്തിന്റെ കുഞ്ഞാടിലേക്കും മാറ്റം നൽകിയ പരിശുദ്ധവും കർത്താവിനടുത്തതുമായ പെരുന്നാളിനെ നാം ആചരിക്കണം. ഇന്ന് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും വഴിതെറ്റിൽ നിന്ന് സത്യവഴിയിലേക്കുമുള്ള ആത്മീയ മാറ്റം നമുക്കുണ്ടായി. ഇന്ന് അക്ഷയമായ യഥാർത്ഥ ജീവനെ നാം കണ്ടെത്തി. ഇന്ന് മാളികയിൽ വെച്ച് എഴുതിപ്പെട്ട രക്തരഹിതമായ നിഷ്കളങ്ക കരിയിൽ മൂകജന്തുക്കളെ വിട്ടുകൊള്ളുന്ന ആയുധം ദേവീഭവനക്കാരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. ഇന്ന് നിരവസത്താൽ ചിഹ്നപ്പെട്ടിരുന്നതായി സംസാര ശക്തിയുള്ളതും രക്തമില്ലാത്തതുമായ കുഞ്ഞാടിന്റെ സിയോൻ ദേവാലയത്തിൽ നിന്നും രക്തച്ചൊരിച്ചിലും ചാരമുതലും നിർത്തപ്പെട്ടു. ഇത് ഹേതുവായിട്ട് മൃതനെ പോലെ നിന്റെ ശരീരവും വാങ്ങിച്ചു തരികയും ജീവനുള്ളവരെ പോലെ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തവരായ ഞങ്ങളുടെ വിശ്വാസപുരാനെയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കൊല്ലപ്പെട്ടവരും ജീവദാതാവുമാണ് ഞങ്ങൾ അറിയുന്നു. നിന്റെ പരിശുദ്ധമായ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ചൈതന്യപ്രദമായ അംഗീകരണത്തിന് ഇപ്പോൾ ഞങ്ങളെ അർഹരാക്കണമേ. സംഹാരത്തിലൂടെ ജീവകരമായ രക്ഷാനുഭവത്തെയും മരണത്തെയും കുറിച്ചുള്ള നിർമ്മല വിചാരങ്ങളാകുന്ന ഞങ്ങളുടെ ആത്മാക്കളെ നശിപ്പിക്കാതിരിക്കാനായിട്ട് അവനിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെടുമാറാകണമേ. വിനയമാകുന്ന രക്ഷകെട്ടിയും സമാധാനമാകുന്ന ചെരുപ്പെട്ടും ജയമുള്ള ശ്രീമായാകുന്ന വഴിയും അതിനെ ഭക്ഷിപ്പാൻ ഞങ്ങളെ അർഹരാക്കണമേ. സത്യവും ചേർത്ത് സ്നേഹാഗ്നി വളർത്ത് നിഷ്കളങ്കമായ സത്യവിശ്വാസത്താൽ യാതൊരു സംശയം കൂടാതെ ഞങ്ങൾ അതിനെ കൈക്കൊള്ളുമാറാകണമേ. കർത്താവേ, സകലപഴക്കത്തിൽ നിന്നും ഒഴിഞ്ഞ് നിത്യവും പുതുതായി നിന്നെ ഭക്ഷിപ്പാനും നിന്റെ രാജ്യത്തിൽ പുതുതായി നിന്നെ പാനം ചെയ്യുവാനും ഞങ്ങളെ അർഹരാക്കണമേ. അവിടെ ഞങ്ങൾ നിനക്ക് സ്വർഗീയ രാജ്യത്തിലില്ലാത്ത ആടുകളെയും മലിനതയില്ലാത്ത പ്രവാസികളായ കുഞ്ഞാടുകളെയും നിർമ്മലങ്ങളായ പാനീയ നിവേദ്യങ്ങളെയും വെടിപ്പുള്ള പ്രാവുകളെയും ചെന്നാലുകളെയും പരിഗണിക്കുമാറാകണമേ. ഇവിടെയും അവിടെ ആമാന്യം പോകാത്ത ലോകത്തിലും ആനന്ദകരമാകുന്ന സഹായാകുന്നതിൽ ഞങ്ങൾ സന്തോഷിച്ചാൽ ഭാവിക്കുമാറാകണമേ. ഞങ്ങളും നിങ്ങളുടെ വാങ്ങിപ്പോരും നിന്റെ നിർവാഹിച്ച വിശ്വാസികളായ ചില വാങ്ങിപ്പോരും നിനക്കും ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞാൽ നിന്റെ രക്തത്താൽ ഞങ്ങൾ യോജിപ്പിച്ച നിന്റെ പിതാവിനും സാരാംശത്തിൽ തുല്യനായിരിക്കുന്ന പരിശുദ്ധ സന്തോഷത്തോടെ ആനന്ദത്തോടെ കേൾക്കുന്നു ആഹ്ലാദത്തോടെ വീഴ്ചയിലേക്കുമാറാകണമേ. ഈ സന്ധിയിൽ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് തന്റെ കഷ്ടാനുഭവത്തെ വെളിപ്പെടുത്തി അവരോട് തന്നെ നന്മയുടെ ഫലം ദർശിച്ച അക്രമിൽ നിന്ന് ആദാമ്യ വർഗത്തിനു വേണ്ടി തൻ പീഡനം സഹിക്കുവാനിരിക്കുന്നുവെന്നും അന്യായക്കാർ ഒന്നിച്ച് സ്കീപ്പായി കുറ്റം കൂടാതെ തന്നെ തറയ്ക്കുമെന്നും പറഞ്ഞു. തന്റെ ശ്രേഷ്ഠതയെ സ്തുതി തന്റെ നിത്യതയിൽ താൻ അതിർത്തിയില്ലാത്തവരായിരിക്കുമ്പോൾ സ്വയം നിർമ്മയാക്കി തന്നെത്താൻ കാട്ടി ന്യായസ്ഥലത്ത് വെച്ച് തന്നെ കുറ്റം വിധിപ്പാൻ ദുഷ്ടന്മാർ തന്നെ പിടിച്ചു പാർക്കുമോ. Amen.
മോശയുടെ പ്രാർത്ഥന പോലെയും മഹാദേവനെയും ഫിർഔന്റെ കാര്യക്കാരൻ പോലെയും ദാവീദിന്റെ വേഷം പോലെയും മനുഷ്യയുടെ കണ്ണീർ പോലെയും നീ കേൾക്കണമേ. എന്റെ നാഥ, നിങ്ങളുടെ ഇടങ്ങളിലൂടെ നിങ്ങളുടെ വേദനയുടെ സൗഖ്യം, നിങ്ങളുടെ ആത്മാവിന്റെ സംരക്ഷണവും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് നീതീകരണം നൽകി ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിങ്ങൾ എല്ലാവരും സുധാരണമാകണമേ. Also, the Lord is one, love me. Amen. പെസഹപ്പെരുന്നാളിലും മുൻപേ ബുധനാൾ ചെയ്തും വ്യാഴത്തിലും ഈശന്മാർ മംഗളവാൻ ഗീതം ഓകുന്നു നാം. പാവനമാപുരിയിൽ ഇടികൂടിയിടും എന്നെയൂരന്മാർ യവനെങ്കി സോനാകും അതാ നിരുവേണ്ടി മാസപുത്രനെ ഏറ്റിടും ശിവാ ഇന്നീതെ ഹല്ലേലൂയ. അവനേതൻ പോകും പറയുമോ ലോലം വാദാമൽ ലോലം കൊൽമീനാമി ഹല്ലേലൂയ. പെസഹപ്പെരുന്നാളിനു മുൻപേ ബുധനാഴ്ചയിലും വ്യാഴത്തിലുമായൂതന്മാർ വഞ്ചിപ്പാർ കൂടി ജനരക്ഷയ്ക്കായി ഏകൻ പ്രതിയാതാൻ അതു നന്നാടൻ. അവൻ പെരുന്നാളിൽ മശിഹാതന്നോടെ വൃത്തിയെ മുൻനിർത്തി കയ്യാപ്പ പ്രതിഷ്ഠാജനമൊന്നായിട്ടതിനെ പിന്താങ്ങി ഹല്ലേലൂയ. പ്രാണതനെ കൊന്നാൻ കാഴ്ചകളേറ്റം ധന്യം നാഥ. ഹൃദയങ്ങളെയെല്ലാം അറിയുന്നോ ഈ സന്ധ്യയിലെ പമ്പിളിവാകി നിങ്ങളിലേകൻ എന്നെ ഓർക്കും. വലഭാഗത്തവരുന്നോരാ കുഞ്ഞാടുകളെ സംഗീതിച്ചു.
സുതനാം ഞാൻ നിറവേറ്റുന്നു. പൂജാരികളാൽ എന്തിപ്പാൻ ഞാൻ ബലിയായി തീരുന്നു. മുൻപായി ഞാൻ നേടിയ സഭയെ നിൻ സവിധേ ഞാൻ കേൾക്കുന്നു. വിലയേറിയതാം എൻ രക്തം ശ്രീധനമായി ഞാൻ എഴുതുന്നു. ദേവാ ദൈവം നാഥാ കൃപ തോന്നേണമൻപാൻ. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിന്നാശായി കഷ്ടതയാൽ നേടണം അവകാശം. രാജേ ദേവാ ദൈവം നാഥാ കൃപ തോന്നേണമൻപാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമൂഹമെനിക്കെതിരായി മന്ത്രിച്ചു. ദോഷം ചെയ്വാനവരാലോചിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ അവനെ കൊണ്ടുവരാനെന്തുകൊണ്ട് എന്ന് ചോദിച്ചു. പടയാളി മറുപടിയായി, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും പെരുന്നാളിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പുരുഷന്മാരോട് നിങ്ങൾ തെറ്റിപ്പോയി. ന്യായപ്രമാണം അറിഞ്ഞുകൂടാതെ ശക്തിപ്പെട്ട ദിനമല്ലാതെ പ്രധാനികളിലോ പരീക്ഷകളിലോ ആരെങ്കിലും ഒന്നിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പരീക്ഷയിൽ ഒരുവൻ നേരത്തെ യേശുവിന്റെ അടുത്ത് വന്നവനുമായ നിക്കോദീമോസ് അവരോട്, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും ചെയ്തതെന്നും അറിയാതെയും ന്യായം വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട്, നീയും ഗലീലക്കാരൻ, ഗലീലായിൽ നിന്നും പ്രവാചകൻ ഉണ്ടാകുകയില്ലെന്നത് നീ പരിശീലിച്ചറിയുക എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ വീണ്ടും ജനങ്ങളോട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുളിൽ നടക്കുകയില്ല. ഇനിയോ അവന് ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പരീക്ഷന്മാരോട്, നിന്നെ കുറിച്ച് നീ തന്നെ സാക്ഷ്യം നൽകി. നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം നൽകിയാൽ നിന്റെ സാക്ഷ്യം സത്യമാകുന്നു. എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നു. എന്നാൽ ഞാൻ വിധിച്ചാൽ എന്റെ വിധി സത്യമായിരിക്കും. എന്തെന്നാൽ ഞാൻ ധരിച്ചല്ല, ഞാൻ എന്നെ അയച്ച പിതാവും കൂടിയാണ് വിധിക്കുന്നത്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അവരെന്നോട് നിന്റെ പിതാവ് എവിടെയാവുമെന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ കൃത്യമായി, നിങ്ങൾ എന്നെയോ എന്റെ പിതാവിനെ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് യുവജനങ്ങൾ സംസാരിച്ചത്. അപ്പോഴും അവന്റെ സമയമായിട്ടില്ലാത്തതിനാൽ ആരും അവനെ പിടികൂടിയതുമില്ല. യേശുദമ്പുരാൻ
Amen.
നീതിയുടെയും വിശുദ്ധിയുടെയും ഉറവയാകുന്നു. ഈ ഞങ്ങളുടെ നിമിത്തം ഭേദപ്പെടാതെ ശരീരമായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി അപമാനങ്ങളും അതിശയങ്ങളും അവകാശങ്ങളും സഹിക്കുകയും ചെയ്തു. സ്വർഗീയ സൈന്യങ്ങളായി ശുശ്രൂഷിക്കപ്പെടുമ്പോൾ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ശുശ്രൂഷകനായി കാണപ്പെട്ടു. അറിവില്ലാത്തവരും വിദ്യാവിഹീനരുമായ ശിഷ്യരെ അനേകരിൽ നിന്ന് നീ തെരഞ്ഞെടുത്ത് അവർക്ക് പുണ്യ ഉപദേശം നൽകിയതിനാൽ നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇതിനെ നീ നിവർത്തിച്ചു. രഹസ്യപൂർണമായ മാളികയിൽ അവരോട് കൂടി ഭക്ഷണത്തിലിരുന്ന് പരിശുദ്ധ പ്രസവായെ ഭക്ഷിച്ചു. ഗൂഢസംഗതികൾ വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് താഴ്മയുടെ മാതൃകയെ നിന്നിൽ തന്നെ ആദ്യമായി നീ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ശുശ്രൂഷകനെ പോലെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ദുർവാലകന്റെ അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമൊഴിച്ച് അവരുടെ കാൽവഴി യഥാർത്ഥമായ ദൃഷ്ടാന്തം നീ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇടയറിൽ നിന്ന് ആരംഭിച്ച് ഒടുവിൽ പത്രോസിന്റെ അടുത്തിൽ വന്ന താഴ്മയുടെ മാതൃകയെ ഞങ്ങൾക്ക് കാണിച്ച് പഠിപ്പിച്ചു. ഇതിനാൽ സ്നേഹൈക്യത്തെയും അന്വയമുള്ള ക്ഷമയുടെയും സമൃദ്ധിയും വിതച്ചു. ഇപ്രകാരം ഞങ്ങൾ പരസ്പരം കടപ്പെട്ടിരിക്കുന്നുവെന്ന് നീ ആജ്ഞാപിച്ചു. അവരെ ദുഷ്ടാന്തം അസൂയ കൂടാതെ ഞങ്ങളെയും ഏൽപ്പിച്ചു. അതിനാൽ അവരെ പോലെ ഞങ്ങൾ വർദ്ധിച്ചതിന്റെ നന്മയോട് അപേക്ഷിക്കുന്നതെന്നാൽ ഞങ്ങൾ ചെയ്ത പിഴകൾ നീ വിസ്മരിച്ച് കളയണമേ. വേശ്യാസ്ത്രീക്ക് നൽകിയ പ്രകാരം അവർക്കെല്ലാം മോചനവും ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങളെ നീ ക്രമീകരിക്കണമേ. ഈ ദിവസത്തെ ഈ കഴുകൽ ഞങ്ങൾക്ക് ദേഹാത്മാക്കളുടെ സകല മാലിന്യത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനുമായി തീരണമേ. എല്ലാ ദുഃഖത്തെയും കോപത്തെയും ദൂഷണത്തെയും മേശനെയും വെറുപ്പിനെയും അസൂയയും ഭിന്നതകളെയും ദുഷ്കൃത്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ഞങ്ങളുടെ അകത്ത് മനുഷ്യനെ പുതുതാക്കി ജീവനും വിശുദ്ധിയുള്ളതിന്റെ റൂഹായാൽ ശുദ്ധീകരിക്കണമേ. തലവന്മാരും അവർക്ക് താഴെയുള്ളവരും വല്ലവരും സുരേരുമായ ദാസരായും ആത്മീയമായും സ്നേഹപരമായും പരസ്പരം സഹിച്ചും അന്യോന്യം സ്തുതിക്കപ്പെടും. പലതരം വിദ്യാഭ്യാസങ്ങളെ പരസ്പരം വിവരിച്ചും ഞങ്ങളുടെ അവയവങ്ങൾ പോലെ തമ്മിൽ ആലിംഗനം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നൽകുന്നതിന് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. പാർക്കുമോ ഓശോ സമാനവൽമീ. Hallelujah.
ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തവാസസ്ഥലം വീഴുന്നതായിരിക്കുമെന്ന് എന്റെ ശബ്ദമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കരുത്. അവൻ നിന്നെക്കുറിച്ച് അവൻ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാരുണ്യങ്ങൾ രക്ഷപ്പെടാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ ഓടിക്കും. സർവ്വത്തെയും വഴിയെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അങ്ങനെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരമായി യുദ്ധത്തിൽ ഞാൻ അവനോട് കൂടെയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ ഞാൻ അവനെ കാണുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ ആകുന്നു. അവൻ നിന്റെ കാലിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നൊന്നുമില്ല, ഉറങ്ങുന്നില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലത്തേക്കുള്ള ഞാൻ നിനക്ക് നേരിടും. പകലാതിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. Besahar
ശക്തിയല്ലാത്തവൻ സാരാംശത്തിലാമയുടെ സർവമുള്ളവനും സകലവും താമുഖാന്തരമായി നിർമ്മിച്ചു മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സാഗ്രഹാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹാമൂലം ദേവമാതാവായ നിന്ന് ശരീര ദീർഘമനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പുരുഷൻ ഇറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലയ മാത്രമോടെയും പെരുമാറിയിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിശിഷ്ടായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും സംസാരമായ ജീവനും നിശ്ചയമുള്ള ഏകവുമായും കാലവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പാർക്കുമോ സ്തോത്രകാലവും വ്യാഴാഴ്ച സഭയിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധനായ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ പാദത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമാണെന്ന് പറയുന്നത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ ഈ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അതിനുശേഷം വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഈശ്വരൻ പറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ഒരു ഗുരുവിന് അഗാധമായി പറയപ്പെട്ടത് ശിഷ്യന്മാർ അതേപടി സ്വീകരിക്കേണ്ടതുമായ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ കലർപ്പില്ലാത്ത സ്നേഹം പകർന്നതാണ് ഈശ്വരൻ നമുക്ക് വേണ്ടി ഇന്ന് വചനശുശ്രൂഷ നിർവഹിക്കുന്നത് 4 വർഷം ക്ഷേത്രരായ ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദന പിതാവ്, വലിയ വൈദിക, ബഹുമാനപ്പെട്ട ക്ഷമാശന്മാർ, പ്രിയ സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹമാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതങ്ങൾക്ക് സുഗന്ധത്തിന്റെ പരിമളം പേറിക്കൊണ്ട് അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ചില ഓർമ്മകളാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ചില ഓർമ്മകളുടെ വസന്തകാലങ്ങളാണ്. ഓർമ്മകൾക്ക് ഇത്രയേറെ സുഗന്ധമുണ്ടെന്ന് ക്രിസ്തുവിനോളം മറ്റൊരു ഗുരുനാഥൻ പറഞ്ഞിട്ടില്ല. അവന്റെ ജീവിതവും
ജീവിത വ്യാപാരവും എല്ലാം ഓർമ്മകളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും സുവിശേഷമായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടാനുഭവത്തിന്റെ കാലത്തിൽ പറയാനുള്ളത് ചില ഓർമ്മക്കുറിപ്പുകളുടെ കഥ. അവൻ സഞ്ചരിച്ച വഴിത്താരകളുടെ കഥ, അവൻ കേട്ട കുത്തുവാക്കുകളുടെയും പരിഹാസത്തിന്റെയും കഥ, അവൻ അനുഭവിച്ച ഒറ്റുകൊടുക്കലിന്റെയും തള്ളിപ്പറയലിന്റെയും കഥ, അവൻ അനുഭവിച്ച സഹനത്തിന്റെ കഥ, അവൻ പേറിയ കുരിശിന്റെ കഥ. ഓരോ ക്രിസ്തു സംഭവങ്ങളും സത്യത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഒന്ന് ചിന്തിച്ചാൽ നമ്മളുടെയൊക്കെ ഓർമ്മകളെക്കാൾ ഏറെ ആഴവും പരപ്പുമുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ഓർമ്മകൾ. കാരണം അവന്റെ ഓർമ്മകൾക്ക് അവന്റെ അപ്പന്റെ പടിത്തത്തോളം ആഴമുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർമ്മ ചുറ്റുപേറി 33 വർഷക്കാലം ജീവിച്ചു തീർന്ന ആ മനുഷ്യന്റെ ഓർമ്മ പുസ്തകത്തിലെ ഏടുകളും താളുകളുമാണ് എന്റെയും നിന്റെയും സഞ്ചാരപഥങ്ങൾക്ക് ബലവും സങ്കേതവും നൽകുന്നത്. അവൻ തന്റെ സ്നേഹിതന്മാരോടും ഇപ്രകാരമാണ് പറഞ്ഞത്, നിങ്ങൾ കൃതജ്ഞതയുള്ളവരായി തീരണമെന്ന്. സത്യത്തിൽ പ്രിയ സുഹൃത്തെ, കൃതജ്ഞത എന്നത് തന്നെ നമ്മുടെ സ്മൃതി പദങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയുടെ ആകാശത്തിന് ജീവൻ വെക്കുമ്പോൾ ഒഴിവാക്കുന്നത്. അങ്ങനെ ഓർമ്മകളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും 33 വർഷക്കാലം ജീവിച്ച ക്രിസ്തു അവന്റെ വാക്കുകളിലൂടെ നമ്മളോട് ഇന്നും എന്തൊക്കെയോ സംവേദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ഓർമ്മപ്പെടുത്തലുകളും ഉള്ളിൽ ശരിക്ക് ആഴത്തിലൊന്ന് പരത്തിയാൽ ചില ക്ഷണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് സത്യത്തിൽ ഒരു മടങ്ങി വരവിനുള്ള ക്ഷണമാണ്. An invitation to return back, or in other sense, return back to the roots. വേരുകളിലേക്കുള്ള മടക്കം. വേദപുസ്തക എഴുത്തുകളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വളരെ ക്രമീകൃതമായി ക്രിസ്തു സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയസിലാണ്. ഒരുപക്ഷെ ഒരു ചരിത്രകാരൻ, ഒരു ചിത്രകാരൻ ഒക്കെ ആയതിനാലാകാം ഇപ്രകാരം ഒരു ചിത്രം വരയ്ക്കുന്ന ലാവണ്യത്തിൽ വളരെ ക്രമീകൃതമായി കൃത്യതയോടെ ക്രിസ്തു സംഭവങ്ങളെ വിവരിച്ചിരിക്കുന്നത്. എവങ്കേലിയോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അദ്ദേഹം കുറിച്ചിരുന്ന ഒരു കഥയുണ്ട്. അത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലിളയ മകൻ തനിക്ക് അവകാശമായെന്ന് ചോദിച്ചു വാങ്ങി ഒരു യാത്ര പോകുന്നുണ്ട്. സത്യത്തിൽ ഇനി ഒരു മടക്കം ഉണ്ടാകില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് അവൻ സകലവും സ്വരൂപിച്ച് വളരെ ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ അവൻ ആ ദേശത്തേക്ക് തനിക്ക് ബോധിച്ച പോലെ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒരു നാൾ സ്വരൂപിച്ചതെല്ലാം നഷ്ടമാക്കി താനൊന്നുമില്ലാത്തവനായി ശൂന്യതയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീടുള്ള അവന്റെ ദിനങ്ങൾ അനുതാപത്തിന്റെ കുന്നുകയറ്റമായിരുന്നു. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചാൽ അത് അവന്റെ നോമ്പിന്റെ കാലമായിരുന്നു. തനിക്ക് ആഗ്രഹിച്ചത് ഒക്കെ ഉപേക്ഷിച്ച്, തനിക്ക് ബോധിച്ചതെല്ലാം ഉപേക്ഷിച്ച് ഉള്ള ഒരു ജീവിതം, ക്ഷാമത്തിന്റെ ജീവിതകാലം. ആ അനുതാപത്തിന്റെ കാലഘട്ടത്തിൽ അവൻ അനുദപിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്, തന്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. സ്വയം ശോധനയുടെ നാളുകളായിരുന്നു ആ നാളുകൾ. അങ്ങനെ അവൻ അനുതാപത്തിന്റെ കുന്നിന്റെ മുകളിൽ കയറി തന്റെ ഉള്ളതുകൊണ്ട് ഇന്നേ വരെ അവൻ പശ്ചാത്തപിച്ചിട്ടില്ലാത്ത പ്രകാരം പൊട്ടിക്കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അവന്റെ കണ്ണീർത്തോടുകൾ ചാലികളിൽ ഒഴുകുവാൻ തുടങ്ങി. അവൻ അനുതാപ വാക്കുകൾ
തുടങ്ങി. അവന്റെ അനുതാപ വാക്കുകൾ എഴുത്തുകാരൻ ഇപ്രകാരം കുറിച്ചു. വിശുദ്ധ ലൂക്കോസേവകരുടെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര മൂല്യക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശന്നിട്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ നിന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ഷിമാ നമസ്കാരത്തിൽ തിങ്കൾ സത്യയുടെ പോയി നാം ഇപ്രകാരം കാണുന്നുണ്ട്. സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്ത് ഞാൻ പോക്കി സുതമാറി കൂലിക്കാരന്റെ സമമെന്നെ ഏറ്റെടുക്കാനായി നിർത്തുക നിന്റെ വീട്ടിൽ. ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഉപമയ്ക്ക് ചേരുന്ന തലക്കെട്ട് സത്യത്തിൽ ദൂർത്തുപുത്രന്റെ ഉപമയാണ്. വേദപണ്ഡിതന്മാർ പോലും കുറിക്കുന്ന തലക്കെട്ട് സ്നേഹവാനായ പിതാവിന്റെ ഉപമ എന്നാണ്. ഈ പറഞ്ഞ വേദഭാഗം നമ്മുടെ ഓർമ്മ നാളുകളിലേക്ക് പകർത്തുവാൻ ഇതിന്റെ ഈ സന്ധ്യയിൽ ദൈവം ദാനമായി നൽകിയ അല്പസമയം നമുക്ക് ആയിരിക്കാം. ആ മനുഷ്യൻ തനിക്ക് ബോധിച്ച പോലെ ജീവിച്ച മനുഷ്യനായിരുന്നു. തന്റേതായ ആസക്തികളിൽ അഭിരമിച്ച മനുഷ്യൻ. വേരുകളിൽ നിന്ന്, അതായത് തന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഏറെ ദൂരത്തേക്ക് സഞ്ചരിച്ച മനുഷ്യൻ. ആ മനുഷ്യന് സത്യത്തിൽ ഉണ്ടായിരുന്നത് ഓർമ്മകളായിരുന്നില്ല, മറിച്ച് വിസ്മൃതികളുടെ സായാഹ്ന സൂര്യൻ അവന്റെ ഓർമ്മകളുടെ കിരണങ്ങളെ മറിച്ച ഒരു കാലത്തായിരുന്നു അവൻ ജീവിച്ച ജീവിതം. പക്ഷേ ഒരു നിമിഷം അവന്റെ ജീവിതത്തിൽ സുബോധം വരികയുണ്ടായി. A period of transformation. There comes a transformation in the life of that person. ആ രൂപാന്തരത്തെ സൂചിപ്പിക്കാൻ ലൂക്കോസ് എവങ്കേലിസ്റ്റ് ഉപയോഗിച്ച പദമാണ് സുബോധം വരിക എന്നത്. He come to his senses. സത്യത്തിൽ ആ സുബോധത്തിനെ അനുതാപത്തിന്റെ ആദ്യ പടിയാണ് മനസ്സിലാക്കുക. ഞാൻ ആരാണെന്ന്, ഞാൻ എന്താണെന്നും എന്റെ ദൗത്യം എന്താണെന്നും എന്നുള്ള തിരിച്ചറിവ്, പിന്നിട്ട വഴികളെ കുറിച്ചുള്ള ബോധ്യം, കൈപിടിച്ച കരങ്ങളെ കുറിച്ചുള്ള സ്മരണ, തണലായി മാറിയ നിഴലുകളെ കുറിച്ചുള്ള സ്മൃതി. ഇതാണ് സുബോധം. മറ്റൊരു തരത്തിൽ തന്നിൽ നിന്ന് ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ് യഥാർത്ഥ സത്യത്തിലേക്കുള്ള മടക്കത്തിന് സുബോധമെന്ന് പറയാം. ഒരു തരത്തിൽ ബോധ അവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനം. അത്തരത്തിൽ ആ ഓർമ്മക്കടലിലായ മനുഷ്യന്റെ ഓർമ്മകളും അവ നൽകുന്ന തിരിച്ചറിവുകളും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചില ചിന്തകൾ ധ്യാനിക്കാം. ഒന്നാമതായി, ഓർമ്മകളും തിരിച്ചറിവുകളും ആ മനുഷ്യനെ ഒരു മടക്കയാത്രയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്. അത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇനിയും അവസരമുണ്ടെന്ന ബോധ്യത്തിലേക്കുള്ള മടക്കയാത്രയാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇനിയും അവസരമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്കുള്ള മടക്കയാത്ര. എന്താണ് സ്നേഹമെന്ന് പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വരച്ചു കാണുന്നുണ്ട്. ആ അധ്യായത്തെ വിവരിക്കുന്നത് തന്നെ എന്നാണ്. അതിൽ സ്നേഹത്തിന്റെ നിർവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാം പൊറുക്കുന്ന സ്നേഹം, ചേർത്ത് പിടിക്കുന്ന സ്നേഹം. മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ വന്നേക്കാം, നഷ്ടബോധങ്ങൾ വന്നേക്കാം, നഷ്ടത്തിന്റെ പിടിയിലേക്ക് നാം അകപ്പെട്ടേക്കാം. എന്നാൽ ചേർത്ത് പിടിക്കുന്ന ചില സ്നേഹങ്ങൾ എവിടെയോ ഉണ്ടെന്നുള്ള ബോധ്യമാണ് ഒരു മടക്കത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സത്യത്തിൽ ഒരു വിശ്വത്തിന്റെ വഴിയാണ് അവന് സുബോധത്തിലേക്ക് നയിച്ചത്. 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന് വിശന്നു
പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് വയറ് നിറപ്പാൻ പോലും ആഗ്രഹിച്ചു. എന്നാൽ ആരും അവന് ഒന്നും കൊടുത്തില്ല. ഒന്ന് ചിന്തിച്ചാൽ അന്യദേശത്ത് വെച്ച് അവൻ അനുഭവിച്ച ആ വിശപ്പ് അത് ഭൗതികമായ ഒരു വിശപ്പല്ലായിരുന്നു, ലഭിക്കാതെ പോയ സ്നേഹത്തിന്റെ വിശപ്പായിരുന്നു. ആ മരുഭൂമി സ്നേഹത്തിന്റെ ഒരു നീർത്തോളിനായി അവൻ ആകർഷിച്ചു. ശരിക്കും അപ്പോഴാണ് താൻ പുറകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച അവന്റെ അപ്പന്റെ സ്നേഹത്തെ അവന്റെ ഓർമ്മകളിൽ മഴ പോലെ പെയ്യാൻ തുടങ്ങിയത്. വീണ്ടും ആ മഴയിൽ നനഞ്ഞു കയറാൻ അവൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും സത്യത്തിൽ എത്തി നിൽക്കുന്നത് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഏറെ ദൂരത്താണ്. ലഭിച്ച അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ സ്വീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദൂരത്തേക്ക് മാറി നിൽക്കുകയാണ്. നീ ആയിരിക്കുന്ന ഇടത്ത് ഒരു നാൾ ക്ഷാമമുണ്ടാകും. ആരെ ആശ്രയിക്കണ്ടോ എന്നറിയാതെ വലയുന്ന ഒരു നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മളിൽ ഒരു സുബോധം ഉയരും. ആ സുബോധം പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ മടക്കയാത്ര ചെയ്യുവാൻ പ്രേരിപ്പിക്കും. സത്യത്തിൽ ഈ കഷ്ടാനുഭവത്തിന്റെ നാളുകളൊക്കെ നമ്മുടെ സുബോധത്തെ ഉണർത്തുന്ന ചില ഉണർത്തുപാട്ടുകളാണ്, ചില ഓർമ്മയിലേക്ക് നയിക്കുന്നതാണ്, ചില മടക്കത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന പാട്ട്. ഒരുക്കപ്പെട്ട മാളികമുറിയിൽ പെസഹായുടെ രാത്രിയിൽ ക്രിസ്തു എന്ന ഗുരുനാഥൻ നടത്തിയ കുർബാനയുടെ ഓർമ്മപ്പെടുത്തൽ, പിന്നീട് അവൻ നമുക്കായി കാൽവറിയിൽ അർപ്പിച്ച സ്വയം ബലിയുടെ ഓർമ്മപ്പെടുത്തൽ. ആദ്യ പെസഹ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്കുള്ള മടക്കയാത്രയായിരുന്നെങ്കിൽ രണ്ടാം പെസഹ ലോകപരമായതിൽ നിന്ന് സ്വർഗീയതയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. സ്വർഗീയ മന്യനായ ക്രിസ്തുവിനെ ഭക്ഷിച്ച് രക്ഷയിലേക്കുള്ള യാത്ര. പ്രിയരെ, ദൂർത്തുപുത്രന്റെ സുബോധം അവന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അവനെ മടക്കയാത്ര ചെയ്യുവാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഇന്ന് എന്റെയും നിന്റെയും അവസരമാണ്. കാൽവരിയിൽ ചിന്തിയ രക്തം എന്റെയും നിന്റെയും സുബോധത്തെ ഉണർത്തുവാനുള്ള പരിധിയിലാണ്. എനിക്കും നിനക്കും പിതാവിന്റെ സന്നിധിയിലേക്കുള്ള മടങ്ങാനുള്ള വഴിയാഹാരമായിരുന്നു ആ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തം. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇനിയും അവസരമുണ്ട ബോധ്യത്തിൽ നമുക്കും മടങ്ങാം പിതാവിന്റെ സ്നേഹത്തിലേക്ക്. ഓർമ്മകളും തിരിച്ചറിവുകളും ആ മനുഷ്യനെ ക്ഷണിക്കുന്ന മടക്കത്തിന്റെ രണ്ടാമത്തെ തലം അളവില്ലാത്ത കരുണയെ കുറിച്ചുള്ള ബോധ്യത്തിലേക്കുള്ള മടക്കമായിരുന്നു. അളവില്ലാത്ത കരുണയെ കുറിച്ചുള്ള ബോധ്യത്തിലേക്കുള്ള മടക്കം. ഒരിക്കൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ സ്നേഹിതൻ ആരാണെന്ന് ചോദിക്കുന്നു. യേശു തമ്പുരാൻ മറുപടിയായി ഉത്തരം പറഞ്ഞത് ഒരു കഥയിലൂടെയാണ്. നല്ല ശമരിയാക്കാരന്റെ കഥ. ആ കഥയിൽ ഒരു ശമരിയാക്കാരൻ മുറിവേറ്റ് കിടക്കുമ്പോൾ ആ മനുഷ്യനോട് മനസ്സിൽ തോന്നി അവനെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ കഥയുടെ അവസാന ഭാഗത്ത് ക്രിസ്തു ആ മനുഷ്യനോട് ആ കഥയിൽ നിന്ന് തന്നെ അതിന്റെ മറുചോദ്യം ചോദിക്കുന്നു. ഇനി നീ പറ, ആരാണ് ആ മനുഷ്യന്റെ സ്നേഹിതൻ? അല്ലെങ്കിൽ ഇനി നീ പറ, ആരാണ് എന്റെ സ്നേഹിതൻ? ആ മനുഷ്യൻ ഉത്തരമായി പറഞ്ഞു, അവരോട് കരുണ കാണിച്ചതിനാണ് സ്നേഹിതൻ. കരുണ എന്നതിന് ശരിക്കും മുറിവുകളെ വെച്ച് വെക്കുന്ന തലമുണ്ട്. കരുണ എന്നതിന് അറ്റുപോയതിനെ കൂട്ടിച്ചേർക്കുന്ന തലമുണ്ട്. കരുണ എന്നതിന് വിളക്കിച്ചേർക്കലിന്റെ തലമുണ്ട്. നഷ്ടങ്ങളുടെ ആഴത്തിൽ പൊങ്ങുന്നവനെ കരം പിടിക്കുന്ന തലമുണ്ട്. ആ ദൂർത്തുപുത്രനായ മനുഷ്യൻ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവനെ ദൂരെ വെച്ച് കണ്ട് അവനോട് മനസ്സിൽ തോന്നി
അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ അപ്പൻ അവനെ ചേർത്ത് പിടിച്ച് അവനെ ചുംബിക്കുന്നുണ്ട്. ആ ചുംബനം സത്യത്തിൽ അന്യദേശത്ത് വെച്ച് അവൻ അനുഭവിച്ച ആ വിഷത്തിന്റെ ആസക്തികളെല്ലാം കുറയ്ക്കുന്നുണ്ട്. കാരണം ആ ദേശത്ത് വെച്ച് അവൻ അനുഭവിച്ച വിശപ്പ് സ്നേഹത്തിന്റെയും കരുണയുടെയും വിശപ്പായിരുന്നു. വേദപുസ്തകത്തിൽ അങ്ങ് ഉൽപ്പത്തി മുതലിന്റെ കാൽവറിയുടെ തൊട്ട് താഴെ വരെയുള്ള ഏടുകളിൽ പറയാനുള്ളതൊക്കെ പിതാവിന്റെ കരുണയെ കുറിച്ചുള്ള കഥകളാണ്. ഉൽപ്പത്തിയിൽ തന്നെ സൃഷ്ടിയായ ആദാമിനോടും ഹവ്വായോടും തോന്നിയ കരുണയിൽ തുടങ്ങി മിസ്രയീമിൽ നിന്ന് തന്റെ ജനതയെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന കരുണയും പിന്നീട് തന്റെ ജനതയെ നയിച്ച മോശയോടും ദാവീദിനോടും തോന്നുന്ന കരുണയും ശേഷം പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന കാൽവറിയിലെ കുരിശിന്റെ പൊടിയിൽ എത്തി നിൽക്കുന്ന കരുണ വരെ വേദപുസ്തക ചരിത്രത്തിൽ പിതാവിന് തന്റെ മക്കളോട് തോന്നുന്ന കരുണയുടെ കഥകൾ പറയാനുണ്ട്. കരുണയും സാഹോദര്യവും തൊട്ടു നീങ്ങാത്ത ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദങ്ങളുടെ ഈറ്റില്ലമായ ഇടങ്ങളിലേക്കൊക്കെ ഇന്ന് വിഷം ചീറ്റുന്ന ഉരകങ്ങൾ നടമാടുന്നുണ്ട്. ഒരൊറ്റ ജനതയ്ക്ക് വേണ്ടിയും ഒരൊറ്റ മതബോധ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ നാടുകടത്താൻ വെമ്പുന്ന കരുണയില്ലാത്ത അധികാരികളുടെ കാലഘട്ടത്തിൽ നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണ രാഷ്ട്രീയവും കറുപ്പിന്റെ രാഷ്ട്രീയവും നടമാടുന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ ഇവയൊക്കെ നമ്മയും ശ്രദ്ധിപ്പിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഒക്കെ വക്താക്കളായി പലപ്പോഴും നാമം മാറുന്നുണ്ട്. എന്നാൽ ഓർത്തുക, നമ്മുടെ സുബോധങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുവാൻ പാടില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള മാതൃക കരുണയോടെ നമ്മെ നോക്കി കാണുന്ന ഒരു ദൈവമാണ്. കരുണയോടെ നമ്മൾക്ക് വേണ്ടി സ്വയം ബലിയായി മാറിയ ഒരു ദൈവമാണ്. കരുണയോടെ തന്റെ രക്തം ചിന്തി നമ്മുടെ പാപകടങ്ങളെ കഴുകിക്കളഞ്ഞ ഒരു ദൈവമാണ്. ഇന്ന് വീണ്ടും ആ പാപാവസ്ഥയിൽ തന്നെയാണ് നാം നിൽക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കഷ്ടാനുഭവം മടക്കത്തിലേക്കുള്ള ക്ഷണമാണ്. അതിരില്ലാത്ത കരുണയുടെ ബോധത്തിലേക്കുള്ള മടക്കത്തിനാണ്. ഓർമ്മകൾ ചില സുബോധങ്ങളിലേക്ക് നയിക്കും. സുബോധങ്ങൾ മടങ്ങി വരുന്നതിനാലുള്ള ക്ഷണമാണ്. തിരികെ ലഭിക്കാത്ത വിധം ഒന്നും തന്നെ അകന്നു പോയിട്ടില്ല എന്ന ബോധ്യം. നഷ്ടമായതൊന്നും യഥാർത്ഥത്തിൽ നഷ്ടമായി അല്ല എന്ന ബോധ്യം. സുബോധം തിരികെ ലഭിച്ച ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തളിരിട്ട കുരിശിന്റെ ചുവട്ടിലേക്ക്. ആ കുരിശിനുമുണ്ട് ഒരു കഥ പറയുന്നത്. അവിടെ സിദ്ധിയ കുഞ്ഞാടിന്റെ രക്തമാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് എന്നെയും നിന്നെയും എത്തിക്കുന്നത് എന്ന കഥ. പ്രിയ സുഹൃത്തെ, മടങ്ങാൻ നേരമായി. അതിരില്ലാത്ത സ്നേഹത്തിലേക്കുള്ള മടക്കം, അതിരില്ലാത്ത കരുണയിലേക്കുള്ള മടക്കം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.